ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് മോൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് അവിടെ PR കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് ഇടാൻ വേണ്ടിയായിരിക്കും. അതാണ് മോൾ അവളുടെ സ്ട്രാറ്റജി. എനിക്കറിയാം. എനിക്കറിഞ്ഞൂടെ മോൾക്ക് അങ്ങനെയുള്ള ഒരു അഹങ്കാരം ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടെ. നീ എൻ്റെ പാർട്ണർ ആയതുകൊണ്ട് ഞാൻ പറയല്ല. മോൾക്ക് അങ്ങനെയുള്ള ഒരു അഹങ്കാരവും ഇല്ല. മോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഞാൻ അപ്പോഴേ ഓപ്പണായിട്ട് പറയുന്നില്ല. ഇപ്പം അങ്ങനെ ഇല്ല. മോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുകൊണ്ടോ ഒന്നും മോൾ അഹങ്കാരം കാണിക്കുന്നില്ല. അത് എനിക്കറിയാവുന്നതല്ലേ. ഇവളെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് അവർക്ക് PR ഇട്ട് കൊടുക്കും. ബേബി എവിടെയോ ഓവറാക്കുന്നില്ല. ബേബി എവിടെയെങ്കിലും ഓവറാക്കിയാൽ ഞാൻ വന്ന് ബേബിയുടെ അടുത്ത് ഓപ്പണായിട്ട് പറയത്തില്ലേ. ബേബി അങ്ങനൊന്നും അല്ല. ഇതങ്ങനൊരു സംഗതിയാണ്. എന്തോ ഉള്ളിൽ ആൾക്കാരുടെ മനസ്സിൽ ഇട്ട് കൊടുത്തതായിരിക്കും PR വേണ്ടിയിട്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ബേബി നിൽക്കക്കള്ളി ഇല്ലാത്തവർ അങ്ങനെ കിടന്ന് കാണിക്കും. അനീഷിൻ്റെ ധാരണ അതായിരിക്കും, അവൾ പാവമാണെന്നുള്ളതായിരിക്കും. ഇനി ലാലേട്ടൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കാനായിരിക്കും. ലാലേട്ടൻ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത് പറയണം, പറയാതിരിക്കില്ല. എനിക്ക് ബേബി ഒന്നും പറഞ്ഞു തരണ്ട, എനിക്കറിയാം പറയാൻ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ആ വ്യക്തിയെടുത്ത് ക്ലിയർ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എവിടെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്യും. ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് പറഞ്ഞാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, വിവേകമില്ലാത്ത ക്യാപ്റ്റൻ എന്ന്. ഒന്നും ചെയ്യാൻ അറിയാത്ത ഒരു ക്യാപ്റ്റൻ. ഇത് ചെയ്യാനായിട്ട് ബേബി 5 വർഷം ലീവൊന്നും എടുത്ത് 2 വർഷം ഇരുന്ന് ബിഗ് ബോസ് കണ്ട് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അനിമോളെ വിട്ടിട്ട് അനീഷിൻ്റെ അടുത്തോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് അയാൾ അനിമോളെ വെള്ള പൂശുന്നത്. അപ്പോഴത്തേക്ക് അതിലെന്തോ പറയാൻ വന്നത്. ഞാൻ പറയട്ടെ, രണ്ടുപേരൂടെ പറഞ്ഞാൽ പ്രേക്ഷകർ കേൾക്കത്തില്ലല്ലോ. ഇവളുമാരുടെ ഇത്ര അഭിനയമുണ്ടോ. ഷാനവാസിന് സപ്പോർട്ടാണെന്ന് വെച്ചിട്ട് ഷാനവാസിനെ അങ്ങ് തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആ പ്രേക്ഷകർക്ക് ഏതെല്ലാം രീതിയിൽ ഇട്ട് കൊടുക്കുക ആ രീതിയിലെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ്. ഇപ്പം പിന്നെ അനിമോളെ കൂടെ നിന്ന് അനിമോളയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം അനീഷിൻ്റെ നേരെയായി. ഇവർക്ക് മനസ്സിലാക്കി തുടങ്ങി ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ളത്. അവരെ അങ്ങ് തേച്ചൊട്ടിക്കുക എന്നുള്ളതാണ് രണ്ടിൻ്റെയും കൂടെ ഇരുന്നുള്ള സംസാരം. ഇത് തന്നെ രണ്ടുപേർക്കും വേറെ ഒന്നും പറയാനില്ല. ആകെപ്പാടെ പറയാനുള്ളത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 പേരെ തേജോവധം ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാരെ ചവിട്ടി താഴ്ത്താൻ നോക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അയാളത് ചെയ്യട്ടെ. അനീഷിനെയാണ് കേട്ടോ പറയുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയത്തില്ല. അതിനൊക്കെ രണ്ടുപേരോട്ടൊന്ന് സംസാരിക്കുന്നത് അനിമോക്കും അനീഷിനും കൂടി ഇട്ടാണ് കേട്ടോ. ഇനി ആരെല്ലാം വന്ന് എന്തൊക്കെ കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്കിതൊക്കെ പറയാതിരിക്കാൻ തോന്നില്ല. അത്രയ്ക്കും ഇതായിട്ടാണ് രണ്ടെണ്ണം കൂടി സംസാരിക്കുന്നത്. എന്ത് റോങ്ങാണ് അനിമോൾ ഇന്നലെ കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. അനിമോൾ ഇന്നലെ എന്താണ് കാണിച്ചത്? അനിമോൾ ഈ ക്യാപ്റ്റൻസി കുളവാക്കാൻ വേണ്ടി എന്തെങ്കിലും അനിമോൾ ചെയ്തോ? രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞ് രാവിലത്തേക്കുള്ളത് ഇത്രയും അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് വെച്ച് എത്ര നീറ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണം നന്നായിട്ടുണ്ടാക്കി എല്ലാവർക്കും വൃത്തിയായിട്ട് കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേമാതിരി തുല്യമായിട്ട് തന്നെ കൊടുത്തേ. കുറച്ച് ചോറ് അധികം വന്നതുകൊണ്ട് കുറച്ച് പയർ മാറ്റി വെച്ച്, അത്രയേ ഉള്ളൂ. ആ ഒരു തെറ്റേ ആ കൊച്ച് ചെയ്തോളൂ. അതിനാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിച്ചത്. അതിനിതൊക്കെ എന്ത് തെറ്റാ കൊച്ച് ചെയ്ത്? ഈ ക്യാപ്റ്റൻസി കുളവാക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. അനിമോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണ്. അനിമോൾ എവിടെയും വാ തുറന്ന് ഒന്നും പറയുന്നില്ല. അനിമോൾ ഒരു പ്രശ്നം അങ്ങോട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. അനിമോൾ എടുത്തോട്ട് വന്നിട്ട് ഓരോരുത്തർ ചൊറിയുന്നതാണ്, സംസാരിക്കുന്നതാണ്. അനിമോൾ ഉണ്ടാക്കി അനിമോൾക്ക് വിളമ്പി കൊടുക്കുന്നതാണ് ഇഷ്ടമെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് പിന്നെ ഒരാൾ വിളമ്പാൻ പറയേണ്ട കാര്യം എന്താ? ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പേരുടെ മാറിയിരുന്ന് സംസാരിക്കാം. ആരെക്കുറിച്ച് എന്ത് കുറ്റം വേണമെങ്കിലും 2 പേർക്ക് കൂടെ പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കാം. ഇവർ ഒന്നാമത്തെ ദിവസം മുതൽ ചെയ്യുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ അനീഷിനെ പറയാനുള്ള കാരണം എല്ലാവരും അനിമോൾക്കെതിരായപ്പം അനീഷ് അനിമോളുടെ കൂടെ ഇരുന്ന് അനിമോൾ പറയുന്നത് കേട്ടോണ്ടിരുന്നു. ഇതാണ് അനീഷ് ചെയ്ത തെറ്റ്.